ഹായ് ഡിയേഴ്സ്, എല്ലാവർക്കും മോം ഓർഗാനിക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം നമ്മുടെ എല്ലാവരുടെ വീട്ടിലും യൂസ് ചെയ്യുന്ന ഒരു സാധനമാണ് അല്ലേ ഫാബ്രിക് കണ്ടീഷണർ. കംഫർട്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ചുകൂടെ എല്ലാവർക്കും പെട്ടെന്ന് മനസ്സിലാവും. അപ്പം നമ്മുടെ തുണികൾക്കൊക്കെ നല്ല സ്മെല്ല് വരാനായിട്ട് നമ്മുടെ വീടുകളിലൊക്കെ യൂസ് ചെയ്യുന്നതാണ്. നമ്മൾ തുണി അലക്കിയതിന് ശേഷം ഇതിൽ ഡ്രസ്സുകൾ മുക്കിയെടുത്തിട്ടുണ്ടെങ്കിൽ നല്ല സ്മെല്ലായിരിക്കും അല്ലേ. ഇത് നമുക്ക് ഷോപ്പിൽ നിന്ന് മേടിക്കുമ്പോൾ ചെറിയൊരു ബോട്ടിലിന് തന്നെ നല്ല റേറ്റ് വരുന്നുണ്ട്. അപ്പോൾ ഇത് നമുക്ക് എങ്ങനെയാണ് വീട്ടിൽ മേക്ക് ചെയ്തെടുക്കുക നോക്കിയാലോ. അപ്പോൾ അതിനുള്ള ഒരു കിറ്റാണ് ഞാനിവിടെ കൊണ്ടുവന്നിട്ടുള്ളത് കേട്ടോ. ഇത് നമ്മുടെ 3 ലിറ്ററിൻ്റെ കിറ്റാണ്, കംഫർട്ടിൻ്റെ കിറ്റാണ് കേട്ടോ വരുന്നത്. അപ്പോൾ ഇത് വെച്ചിട്ട് എങ്ങനെയാണ് നമുക്ക് കിറ്റ് ഉണ്ടാക്കുക, കിറ്റല്ല കംഫർട്ട് ഉണ്ടാക്കാൻ നോക്കാം കേട്ടോ. വളരെ സിമ്പിളായിട്ട് നമുക്ക് മേക്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു കിറ്റാണ് കേട്ടോ അത്. അപ്പോൾ ഈ കിറ്റ് വെച്ചിട്ട് നമുക്ക് 3 ലിറ്റർ കംഫർട്ടാണ് വീട്ടിൽ തയ്യാറാക്കി എടുക്കാൻ പറ്റുക. വെറും 4 ഐറ്റംസ് മാത്രമേ വരുന്നുള്ളൂ കേട്ടോ. അപ്പോൾ ഈ കിറ്റ് വെച്ചിട്ട് നിങ്ങൾ മേക്ക് ചെയ്യുമ്പോൾ നമ്മൾ പല രീതിയിലുള്ള കിറ്റുകളുണ്ട് ഇപ്പോൾ കംഫർട്ടിൻ്റെ. അപ്പം നമ്മുടെ കയ്യിൽ നിന്ന് കിറ്റ് മേടിക്കുകയാണെങ്കിൽ നമ്മുടെ വീഡിയോ കണ്ടിട്ട് തന്നെ ചെയ്യണം കേട്ടോ. അല്ലാതെ മറ്റുള്ള വീഡിയോസ് നോക്കി ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് കറക്റ്റായിട്ട് കിട്ടില്ല. അതുകൊണ്ടാണ് കേട്ടോ പറയുന്നത്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഈ ഒരു പൗഡർ അല്ലാട്ടോ, ഫൈൻ പൗഡർ അല്ല, നമ്മുടെ പാലടയുടെ മിക്സൊക്കെ ഇല്ലേ, അതുപോലെ ഒരു ഐറ്റമാണ് കേട്ടോ ആദ്യം തന്നെ വരുന്നത്. അപ്പോൾ ഇതാണ് നമ്മൾ മെയിനായിട്ട് നമ്മുടെ കിറ്റിൽ വരുന്ന ഐറ്റംസ്. ഈ ഫ്ലൈറ്റ്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഐറ്റം, അതുപോലെ തന്നെ കംഫർട്ടിൻ്റെ സ്മെല്ല്, പിന്നെ വൈറ്റ് കളറിലുള്ള ഒരു ലിക്വിഡ് ഉണ്ട്, കളറുണ്ട്. ഇത്ര ഐറ്റംസ് വെച്ചിട്ടാണ് നമ്മളിന്ന് മേക്ക് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ഈ പൗഡർ തിളച്ച വെള്ളത്തിലേക്കാണ് ഇടാനായിട്ട് പോകുന്നത് കേട്ടോ. അപ്പോൾ നമ്മുടെ വീഡിയോ കണ്ട് ചെയ്യാൻ പറയുന്നത് ചിലർ ഇത് കുറുക്കാറുണ്ട്. കുറുക്കുമ്പോൾ നമുക്ക് ആ ഒരു കറക്റ്റ് കൺസിസ്റ്റൻസി കിട്ടില്ല കേട്ടോ. അതുകൊണ്ടാണ് നമ്മുടെ കിറ്റ് മേടിക്കുമ്പോൾ നമ്മുടെ വീഡിയോ തന്നെ നോക്കി ചെയ്യണം എന്ന് പറയുന്നത്. ഇപ്പോൾ വേറെ ആരുടെയെങ്കിലും കിറ്റ് മേടിച്ചിട്ട് നമ്മുടെ വീഡിയോ നോക്കി ചെയ്യുകയാണെങ്കിലും കറക്റ്റായിട്ട് നിങ്ങൾക്ക് കിട്ടില്ല കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ ഒരു പഴയ പാത്രം, പുതിയ പാത്രമൊന്നും വേണമെന്നില്ല കേട്ടോ, നമ്മൾ യൂസ് ചെയ്യാത്ത ഏതെങ്കിലും സ്റ്റീലിൻ്റെ പാത്രം എടുക്കാനായിട്ട് പ്രത്യേകം ശ്രമിക്കണം. നമുക്ക് അലുമിനിയത്തിൻ്റെ ഒന്നും എടുക്കാനായിട്ട് പാടില്ല കേട്ടോ. ഇങ്ങനെ വെട്ടി തിളപ്പിക്കണം വെള്ളം. ചെറുതായിട്ട് ചൂടായിട്ടുണ്ടെങ്കിലോ ഒന്നും നമുക്ക് കറക്റ്റും ആ ഒരു ഇത് കിട്ടില്ല. നല്ല രീതിയിൽ തന്നെ ഇങ്ങനെ വെട്ടി തിളപ്പിക്കണം കേട്ടോ വെള്ളം. വെട്ടി തിളപ്പിച്ച് അപ്പം തന്നെ നമുക്ക് പുറത്തെടുത്ത് വെച്ച് അതിലേക്ക് ഈ പൗഡർ ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പം തന്നെ ഇട്ട് കൊടുക്കണം. കുറച്ച് ടൈം വഴുകുകയാണെങ്കിൽ നമുക്ക് അതിൽ തരിതരി പോലെ വരും. നമുക്ക് കറക്റ്റ് ആ ഒരു കംഫർട്ട് പോലെ കിട്ടില്ല കേട്ടോ. അപ്പം നല്ല രീതിയിൽ തന്നെ നമുക്കിത് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ ആദ്യം നമ്മളിങ്ങനെ ചെയ്യുമ്പോൾ ഒരു കഞ്ഞിവെള്ളത്തിൻ്റെ ഒരു പോലെയാണ് കേട്ടോ നമുക്ക് കിട്ടുക. അപ്പോൾ ആ തിളച്ച വെള്ളത്തിലേക്ക് ഇത് ഇട്ടിട്ട് നല്ല രീതിയിൽ മിക്സ് ചെയ്ത് കൊടുക്കുക. അടുപ്പത്ത് വെച്ച് ചൂടാക്കാനായിട്ട് പാടില്ല. അങ്ങനെ ചെയ്യുമ്പോൾ കട്ടി പിടിക്കും കേട്ടോ. നമ്മുടെ ഐറ്റാണെങ്കിൽ കട്ടി പിടിക്കും, നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇത് ഞാൻ 2-3 വട്ടം പറയാൻ തന്നെ കാരണം നമ്മുടെ കയ്യിൽ നിന്ന് കിറ്റ് മേടിച്ചിട്ട് വേറെ ആളുകളുടെ വീഡിയോ നോക്കി ചെയ്തിട്ട് ഫ്ലോപ്പായി പോയവരുണ്ട്. അതുകൊണ്ടാണ് കേട്ടോ ഞാൻ പ്രത്യേകം പറയുന്നത്. അപ്പം നല്ല രീതിയിൽ തന്നെ നമ്മളിങ്ങനെ മിക്സാക്കി കൊടുക്കുക. അത് മൊത്തമായിട്ട് ഇതിൽ അലിഞ്ഞിങ്ങനെ വരണം കേട്ടോ. അപ്പോൾ ഇതൊരു കഞ്ഞി വെള്ളം പോലെയാണ് ആദ്യം വരിക. ആദ്യം വലിയ തിക്കൊന്നും ഉണ്ടാവില്ല കേട്ടോ. പച്ചവെള്ളത്തിൽ നമ്മുടെ കഞ്ഞിവെള്ളമല്ലേ, ശരിക്കും കഞ്ഞിവെള്ളത്തിൻ്റെ പോലെയാണ്. കളർ ഈ വൈറ്റ് കളറാവുന്നു മാത്രം. അതുപോലെയാണ് കേട്ടോ ഇരിക്കുക. ഇനി ഇത് നല്ല പോലെ ചൂടാറിയതിന് ശേഷമാണ് നമ്മൾ ബാക്കിയുള്ള ഐറ്റംസൊക്കെ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കേണ്ടത് കേട്ടോ. നല്ല പോലെ പച്ചവെള്ളം പോലെ നമ്മൾ ചൂട് ആറി കിട്ടണം. അപ്പോൾ ഇത് നമ്മൾ വൈകുന്നേരം ഉണ്ടാക്കുകയാണെങ്കിൽ ഇപ്പോൾ രാവിലെയൊക്കെ ആകുമ്പോഴേക്കും നല്ല രീതിയിൽ ചൂടാറായിട്ട് കിട്ടും. അല്ലെങ്കിൽ രാവിലെ ഉണ്ടാക്കി വെക്കുകയാണെങ്കിൽ വൈകിട്ടാകുമ്പോഴേക്കും നല്ല രീതിയിൽ തന്നെ ചൂടാറിയിട്ട് കിട്ടും കേട്ടോ. അപ്പോൾ ഇത് മൂടി വെക്കുന്നതിന് പ്രശ്നമൊന്നുമില്ല കേട്ടോ. മൂടി വെച്ചോളൂ, യാതൊരു പ്രശ്നവുമില്ല. നല്ല രീതിയിൽ തന്നെ നമുക്കിത് ചൂടാറി കിട്ടണമെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ചൂടാറിയിട്ട് നമുക്ക് കുറച്ചുകൂടെ തിക്കായിട്ടാണ് കേട്ടോ കിട്ടിയിട്ടുള്ളത്. ചൂടാറിയപ്പോൾ നമ്മുടെ ഈ ലിക്വിഡ് കുറച്ചുകൂടെ കട്ടിയായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഈ ഒരു കൺസിസ്റ്റൻസിയാണ് നമുക്ക് കിട്ടുക. നമ്മൾ 3 ലിറ്റർ വെള്ളമാണ് കേട്ടോ 3 ലിറ്റർ കിറ്റ് മേക്ക് ചെയ്യാനായിട്ട് എടുത്തിട്ടുള്ളത്. ഇപ്പോൾ 2.5 എടുക്കുകയാണെങ്കിൽ കുറച്ചുകൂടെ തിക്കായിരിക്കും. നമുക്ക് കറക്റ്റ് ആ ഒരു 3 ലിറ്റർ വെള്ളം എടുക്കുകയാണെങ്കിൽ നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടും കേട്ടോ. ഇനി നമ്മൾ ആ വൈറ്റ് കളറിലുള്ള ലിക്വിഡ് കുറച്ച് വെള്ളത്തിന് നമുക്ക് കുറച്ച് അത് അലിയാനുള്ള വെള്ളത്തിലേക്ക് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതുപോലൊരു ഡ്രോപ്പറിലാണ് കേട്ടോ നമുക്ക് കിട്ടുക. അപ്പോൾ ഞാൻ മൊത്തമായിട്ട് അതിൽ ആ വെള്ളം ഒഴിച്ചിട്ട് അത് നമ്മുടെ സ്മെല്ലിനുള്ളതാണ്, അതുകൊണ്ട് തന്നെ നന്നായിട്ട് അത് മിക്സ് ചെയ്തിട്ട് എടുക്കുകയാണ് കേട്ടോ. ഇതിനി നമ്മൾ നേരിട്ട് ഈ ലിക്വിഡ് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ആ കംഫർട്ടിൻ്റെ ലിക്വിഡിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പം നല്ല രീതിയിൽ തന്നെ ഇതിൻ്റെ ഉള്ളിൽ പറ്റി പിടിച്ചിട്ടുണ്ടാവും നമ്മുടെ ഈ ഡ്രോപ്പറിൻ്റെ ഉള്ളിൽ. അപ്പോൾ ആ മൊത്തമായിട്ട് നമ്മളത് എടുത്തിട്ട് കണ്ടില്ലേ, നല്ല തിക്കായിട്ടുള്ളൊരു ക്രീം കളറ് ലിക്വിഡാണ് കേട്ടോ.
അത് ഇനി നേരെ നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. നല്ല രീതിയിൽ മിക്സ് ചെയ്തെടുക്കണം കേട്ടോ. മിക്സ് ചെയ്തിട്ടില്ലെങ്കിൽ എന്താ പറയുക, ഇങ്ങനെ ചെറിയ തരിതരി പോലെയൊക്കെ ഉണ്ടാവും. അപ്പോൾ നല്ല രീതിയിൽ തന്നെ നിങ്ങൾ മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ 2-3 വട്ടം പറയുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കണ്ടില്ലേ, ഇപ്പോൾ ഇത് മിക്സ് ആയിട്ടില്ല. അതുകൊണ്ടാണ് ഞാനിങ്ങനെ ഒരു വിസ്ക് വെച്ചിട്ടാണ് ഇങ്ങനെ മിക്സ് ചെയ്തെടുക്കാറുള്ളത് കേട്ടോ. അപ്പോൾ പെട്ടെന്ന് തന്നെ ഇതിൽ മിക്സായി കിട്ടും. അല്ലെങ്കിൽ ഇങ്ങനെ തരിതരി പോലെ ഇങ്ങനെ കിടക്കും കേട്ടോ. ഇപ്പം നിങ്ങൾ കറക്റ്റായിട്ട് വെള്ളം ചൂടായിട്ടില്ലെങ്കിലും നമുക്കിങ്ങനെ തരിതരി പോലെ നിൽക്കാറുണ്ട്. അപ്പോൾ നിങ്ങളിതൊന്ന് ശ്രദ്ധിച്ച് ചെയ്താൽ മതി. ഇനി നമ്മൾ ഇതിലേക്ക് തന്നിട്ടുള്ള സ്മെല്ലാണ്, കംഫർട്ടിൻ്റെ സ്മെല്ലാണ് കേട്ടോ, റിയൽ കംഫർട്ടാണ്. അത് നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ പിങ്ക് കളറൂടെ നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഫാബ്രിക് കണ്ടീഷണർ റെഡി ആയിട്ടോ. വളരെ സിമ്പിളാണ്. നമുക്ക് 3 ലിറ്ററൊക്കെ വീട്ടിലേക്ക് ഉണ്ടാക്കി വയ്ക്കുകയാണെങ്കിൽ കുറേ നാൾ യൂസ് ചെയ്യാനുള്ളത് ഉണ്ടാവും കേട്ടോ. അതുപോലെ തന്നെ ചിലർ ചോദിക്കാറുണ്ട് നമ്മൾ ഷോപ്പിൽ നിന്ന് മേടിക്കുന്ന അതുപോലത്തെ സ്മെല്ലാണോ എന്നുള്ളത്. നല്ല രീതിയിൽ തന്നെ നമുക്ക് സ്മെല്ല് നിൽക്കാറുണ്ട് കേട്ടോ. അപ്പോൾ കുറേ പേര് നമ്മുടെ കയ്യിൽ നിന്ന് കിറ്റുകൾ മേടിച്ചിട്ട് ഉണ്ടാക്കുന്നവരുണ്ട്. ഇത് സെയിൽ ചെയ്യാനായിട്ടും കുറേ പേര് മേടിക്കാറുണ്ട് കേട്ടോ, കംഫർട്ടിൻ്റെ കിറ്റ്. ഇത് നമുക്ക് 5 ലിറ്ററിൻ്റെ ഉണ്ട്, അതുപോലെ തന്നെ 3 ലിറ്റർ തൊട്ടിട്ടാണ് സ്റ്റാർട്ടിങ്. 5 ഉണ്ട്, 10 ഉണ്ട്, 25 ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇത് സെയിൽ ചെയ്യണമെന്നുണ്ട് വെച്ചെങ്കിൽ നിങ്ങൾക്ക് കിറ്റ് മേടിച്ചിട്ട് നമ്മൾ ചെയ്യുന്ന പോലെ കറക്റ്റായിട്ട് ചെയ്യുകയാണെങ്കിൽ ഇതുപോലെ തന്നെ കിട്ടും കേട്ടോ. നിങ്ങൾക്ക് വീഡിയോയിൽ ചെയ്യുന്ന അതേപോലെ തന്നെയാണ് നമ്മൾ ചെയ്യുന്നത്. വേറെ നിങ്ങൾക്ക് കാണിക്കാത്തതായിട്ടൊന്നുമില്ല. ഇത്രയും ഐറ്റംസ് ചേർത്തിട്ടാണ് നമ്മളിവിടെ ഫാബ്രിക് കണ്ടീഷണർ തയ്യാറാക്കി എടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഇത് 3 ലിറ്ററിൻ്റെ കിറ്റായ കാരണം കൊണ്ട് തന്നെ ഞാൻ 1 ലിറ്ററിൻ്റെ 2 ബോട്ടിലും 1/2 ലിറ്ററിൻ്റെ 2 ബോട്ടിലാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഇത് നമുക്ക് ഷോപ്പിൽ കൊണ്ടുവയ്ക്കാനുള്ളതാണ്. അപ്പം നമുക്ക് ഇവിടെ നല്ല സെയിലുള്ള ഒരു ഐറ്റമാണ് കേട്ടോ കംഫർട്ട്. ഇതിൽ നമുക്ക് ഗ്രീൻ കളർ വരുന്നുണ്ട്, ബ്ലൂ കളർ വരുന്നുണ്ട്, യെല്ലോ കളർ വരുന്നുണ്ട്, പിങ്ക് കളർ വരുന്നുണ്ട്, ലാവൻഡർ കളറും വരുന്നുണ്ട് കേട്ടോ. അപ്പം നിങ്ങൾക്ക് ഏത് കളറാണ് വേണ്ടത് വെച്ചെങ്കിൽ പറഞ്ഞിട്ടുണ്ടെന്ന് വെച്ചെങ്കിൽ നമ്മൾ ആ കിറ്റ് തരുന്നതാണ് കേട്ടോ. സ്മെല്ല് നമുക്ക് റിയൽ കംഫർട്ട് തന്നെയാണ് എല്ലാത്തിനും വരുന്നത്. വേറെ നിങ്ങൾക്ക് സ്മെല്ലുകൾ വേറെ ഏതെങ്കിലും യൂസ് ചെയ്യണമെങ്കിലും കുഴപ്പമില്ല കേട്ടോ. കുറച്ചുകൂടെ നമുക്ക് ലാസ്റ്റ് ചെയ്യുന്നത് നമ്മുടെ കംഫർട്ടിൻ്റെ സ്മെല്ല് തന്നെ യൂസ് ചെയ്യുന്നതാണ്. ചിലർ ലാവൻഡറൊക്കെ ചോദിക്കാറുണ്ട്. പക്ഷെ നമുക്ക് കറക്റ്റായിട്ട് ആ ഒരു സ്മെല്ല് നിൽക്കണമെങ്കിൽ നമ്മുടെ തുണിയിലൊക്കെ നിൽക്കണമെങ്കിൽ റിയൽ കംഫർട്ട് തന്നെയാണ് കേട്ടോ നല്ലത്. അപ്പോൾ വളരെ സിമ്പിളാണ്. കുറച്ച് അത് ചൂടാറാനുള്ള ആ ഒരു ടൈം മാത്രം നമുക്ക് വേസ്റ്റ് ആവുള്ളൂ കേട്ടോ. അല്ലെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ തയ്യാറാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ ഇതേ ഞാൻ 1 ലിറ്ററിൻ്റെ 2 ബോട്ടിലും 1/2 ലിറ്ററിൻ്റെ 2 ബോട്ടിലും ആക്കിയിട്ടുണ്ട്. അപ്പോൾ ഇതേ ഇതാണ് കേട്ടോ നമ്മുടെ 1/2 ലിറ്ററിൻ്റെ ബോട്ടിൽ വരുന്നത്. അപ്പോൾ ബോട്ടിൽസ് നമുക്കിപ്പോൾ കുറച്ച് നാളായിട്ട് അയച്ചു കൊടുക്കൽ കുറവാണ്. ഇപ്പോൾ നമുക്ക് ബോട്ടിൽസിനൊക്കെ റേറ്റ് കൂടിയിട്ടുണ്ട് കേട്ടോ. അത് കാരണം കൊണ്ട് നമ്മളിപ്പോൾ അയച്ചു കൊടുക്കുന്നത് കുറവാണ്. പിന്നെ നമുക്ക് ഷിപ്പിംഗ് ചാർജ് നല്ല രീതിയിൽ ബോട്ടിൽസിന് വരുന്നുണ്ട് കേട്ടോ. നമ്മുടെ ഷോപ്പ് വരുന്നത് തൃശ്ശൂർ വരടിയത്താണ്. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇവിടെ വന്നിട്ട് ബോട്ടിൽസോ അല്ലെങ്കിൽ കിറ്റുകളൊക്കെ മേടിക്കുകയാണെങ്കിൽ മേടിക്കാവുന്നതാണ് കേട്ടോ. തൃശ്ശൂർ വരടിയത്താണ് കേട്ടോ ഷോപ്പ് വരുന്നത്. അപ്പം നമ്മുടെ ഷോപ്പ് രാവിലെ 10 മണി മുതൽ വൈകിട്ട് 7 മണി വരെയാണ് കേട്ടുള്ളത്. സൺഡേ നമുക്ക് ഓഫാണ് കേട്ടോ. സൺഡേ വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാനായിട്ട് പറ്റില്ല. അപ്പം നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ട് വെച്ചെങ്കിൽ സ്ക്രീനിൽ കൊടുത്തിട്ടുള്ള വാട്സപ്പ് നമ്പറിലേക്ക് മെസ്സേജ് ചെയ്തിട്ടോ അല്ലെങ്കിൽ നിങ്ങൾക്ക് കോൾ ചെയ്തിട്ടോ ചോദിക്കാവുന്നതാണ്. കോൾ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ രാവിലെ 10 മണി തൊട്ടിട്ട് കോൾ ചെയ്യുകയാണെങ്കിലേ കിട്ടുള്ളൂ. അപ്പോഴാണ് നമ്മുടെ സ്റ്റാഫ് അവൈലബിൾ ആയിട്ടുള്ളത് കേട്ടോ. 10 മണി മുതൽ 7 മണി വരെ ആണെങ്കിലാണ് നിങ്ങൾക്ക് കോൾ ചെയ്താൽ കിട്ടുന്നത്. അല്ലെങ്കിൽ നിങ്ങൾ വാട്സപ്പിൽ മെസ്സേജ് ചെയ്തിട്ടാണെങ്കിൽ അവരെന്തായാലും ചെക്ക് ചെയ്ത് നിങ്ങൾക്ക് റീപ്ലൈ തരുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ ഇതേ നമ്മൾ ലാബിലൊക്കെ ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. നമ്മുടെ ഫൈനൽ ലുക്ക് അടിപൊളിയാണ്. അപ്പം നമുക്ക് 1 ലിറ്ററിൻ്റെ ബോട്ടിൽ ഇങ്ങനൊരു ലാബലാണ് ഒട്ടിക്കുന്നത്. പിന്നെ നമ്മുടെ 1/2 ലിറ്ററിൻ്റെ ബോട്ടിൽ കേട്ടോ. അപ്പോൾ പിന്നെ നമുക്ക് 250യുടെ ബോട്ടിലുണ്ട്. പക്ഷെ ഞാനിപ്പോൾ ഇവിടെ എടുത്തിട്ടുള്ളത് 1 ലിറ്ററും അതുപോലെ തന്നെ 1/2 ലിറ്ററും ആണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ കംഫർട്ട് മേക്ക് ചെയ്ത് സെയിൽ ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ വേഗം തന്നെ നമ്മുടെ കിറ്റുകൾ മേടിച്ചോളൂ. നല്ല പെർഫെക്റ്റ് ആയിട്ട് മേക്ക് ചെയ്തെടുക്കാൻ പറ്റും. വീട്ടിലേക്ക് ആവശ്യമായിട്ടാണെങ്കിലും നല്ല രീതിയിൽ ലാഭമാണ് കേട്ടോ ഇതുപോലെ കിറ്റുകൾ മേടിച്ചുണ്ടാക്കുമ്പോൾ. ഇതിൻ്റെ ഡിഷ് വാഷ്, ഹാൻഡ് വാഷ്, ഫ്ലോർ ക്ലീനർ, ലിക്വിഡ് ഡിറ്റർജൻറ്റ് എല്ലാത്തിൻ്റെ കിറ്റുകളും നമ്മുടെ ഷോപ്പിൽ അവൈലബിൾ ആണ്. നിങ്ങൾക്ക് ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഇവിടെ കൊടുത്ത് വാട്സപ്പ് നമ്പറുമായിട്ട് കോൺടാക്ട് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ട എന്തായാലും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും മറക്കരുത് കേട്ടോ. ഇതുപോലെ നല്ല നല്ല യൂസ്ഫുൾ വീഡിയോസായിട്ട് നമുക്ക് ഇനിയും കാണാം. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ എന്തായാലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ. ബൈ.